ഇന്നെന്നാ ഡേവിഡ് സാറ് നേരിട്ട് കുര്യച്ചൻ വന്നായിരുന്നല്ലോ മീൻ മേടിയില്. കുര്യച്ചന്റെ മേടീരിന്റെ ഗുണം കൂടി അവൻ എന്റെ കയ്യിൽ നിന്ന് മേടിക്കുമെന്ന വാശിയില്ല. ഒരുത്തനെ കൊന്നുവെച്ച് ജയിലിൽ പോകുന്നതൊക്കെ നല്ലതാ. പക്ഷെ അത് ഇവനെ പോലെ ഒരു പാഷാണത്തെ ക്രിമിയെ കൊന്നിട്ട് വേണ്ടാന്ന് വെച്ചു. എത്ര കിലോ ഉണ്ട്? 4.5 കിലോ ഉണ്ട്. 4 കൂട്ടിയാ മതി. എടുക്ക്. ഉണ്ണി എന്ന പേര് പോൾസാറിന്റെ മകൻ സേവിച്ചന്റെ ഫ്രണ്ടാ. ചേട്ടായി ഒന്ന് വന്നേ. സേവിച്ചൻ പുറത്ത് വണ്ടിയിൽ ഇരിപ്പുണ്ട്. സേവിച്ചൻ MC പോളി സാറിന്റെ ഇനിയും മരിച്ചിട്ടില്ലാത്ത മോൻ. ഓ, ആ വഴക്കാളി ചെറുക്കൻ. അവൻ എന്നാടാ പോളിയോ ഉണ്ടോ? ഇല്ലല്ലോ. അടിച്ച് കിരിങ്ങിയിട്ടാണെങ്കിലും അവൻ 2 കാലം നിൽക്കുന്നതും നടക്കുന്നതെല്ലാം കണ്ടതായിരുന്നല്ലോ. നീ അവനോട് ചെന്ന് പറ, ഡേവിഡ് സാറുടെ മീൻ മേടിച്ചോണ്ട് നിൽക്കുവാൻ ഇങ്ങോട്ട് വരാം. ഇങ്ങനെയാണ് പറയണമെങ്കിൽ എടുത്തോണ്ട് ചെല്ലണമെന്ന് പറഞ്ഞായിരുന്നു ഡേവിഡേ. മകനെ ഉണ്ണിമൂരി, കാലത്തെ വൈദ്യുന്നൊക്കെ നന്നായിട്ട് പോയായിരുന്നോ? അല്ല, നിയമിക്കുന്ന സ്ഥലവാ. ഇവിടെയൊക്കെ വൃത്തികേടാക്കിയ നാട്ടുകാർ തന്തയ്ക്കും തളയ്ക്കും വിളിക്കും. അതുകൊണ്ടാ. തോളെ കയ്യും വെച്ചു. നീ ഇച്ചിരൂടെ മൂക്കണമല്ലോ ഉണ്ണുണ്ണി. ദേവിച്ചോ, ഇവൻ മതിയാവും. കിഴക്കമ്മലെ കഞ്ചാവ് കൃഷിക്ക് കാവൽ നിൽക്കാനും, നീ ചെറ്റവെക്കാൻ ഇറങ്ങുമ്പോ ചൂട്ടും പിടിച്ച് മുമ്പേ നടക്കാനും, കമ്പം തേനി ഇറക്കിറങ്ങുമ്പോ കാണുന്ന പാവം തമിഴന്മാരെ പൂച്ചാണ്ട് കാണിച്ച് പേടിപ്പിക്കാനും ഒക്കെ. പക്ഷെ ഇത് കോട്ടയമാടാ. ഇവിടെ കളിക്കാൻ ഇറങ്ങുമ്പോ ഒരു ഇച്ചിരി കൂടെ മൂത്ത ഒരെണ്ണത്തിന് ഇറക്കും. സേവിച്ചു.